പുലരേ പൂന്തോണിയിൽ. തോണിയിലല്ല, ഇന്ന് ആന വണ്ടിയിലാണ് പോണേ. രാവിലെ 5:50 മാനന്തവാടി ബസ് കയറി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് വാങ്ങി. ഇതാ നടുക്കാണ് കേട്ടോ എൻ്റെ ബസ്. നല്ല മഴയൊക്കെ കാണണമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. മഴക്കാലം തുടങ്ങിയല്ലോ. എവിടെ പൊരി വെയിൽ, നല്ലോണം വെയിലുണ്ട്. ഹൈ റേഞ്ച് എത്തിയ മൂടലും കോടയും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എവിടെ, അവിടെയും പൊരീന വെയിലായിരുന്നു. ഈ ഹരിതാഭയും പച്ചപ്പും എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടിയാൽ എന്തായാലും വയനാട് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഒരു സമാധാനമല്ലേ നമുക്കിങ്ങനെ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ. അധികം ബഹളമൊന്നും ഇല്ലാത്ത റോഡിലേക്ക് കൂടെ ഇങ്ങനെ കുറേ മരവും പറ്റിയ 5-6 കുരങ്ങനെയൊക്കെ കണ്ടങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. കണ്ണൂർ കൂത്തുപറമ്പ് വഴി നെടുമ്പൊയിൽ ചുരം കയറിയിട്ടാട്ടോ ഇപ്രാവശ്യം വയനാട്ടിലേക്ക്. ആ റൂട്ടാണ്, പാൽച്ചുരമല്ല. നമ്മൾ ആദ്യത്തെ ഹെയർ പിന്നെത്തി. ആദ്യത്തെ ഹെയർ പിന്നിൽ തന്നെ ഉള്ളൊരു ചെറിയ വാട്ടർഫോളാണിത്. സാധാരണ മഴക്കാലത്തൊക്കെ കുത്തി ഒലിച്ച് പോണ വെള്ളം കാണും. ഇപ്രാവശ്യം കാര്യമായിട്ടില്ല, എന്നാലും വെള്ളമുണ്ട്. പിന്നെ ഇത് ബോയ്സ് ടൗൺ. പാൽച്ചുരാണെങ്കിലും നെടുമ്പൊയിൽ ചുരമാണെങ്കിലും ഇവിടെയാണ് നമ്മൾ വന്ന് ജോയിൻ ചെയ്യുക. പാൽച്ചുരം വഴി വരുമ്പോൾ ഇവിടുന്നാണ് തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുക. നെടുമ്പൊയിൽ വഴി വരുമ്പം കുറച്ച് നേരത്തെ തേയിലത്തോട്ടമൊക്കെ തുടങ്ങും. തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല ഹരിതാപിച്ചിരിക്കണം, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മാനന്തവാടി എത്തി നേരെ പോയത് കോഫി ഹൗസിലേക്കാണ് ഒരു മസാല ദോശ കഴിക്കാൻ. പക്ഷേ എനിക്കിഷ്ടമായില്ല, എന്താണെന്നറിയില്ല. മസാലയൊക്കെ ഒരു വെള്ളം കയറിയ പോലെ ഉണ്ടായിരുന്നു. ദോശ ഒരു ഷേപ്പില്ല, ടേസ്റ്റില്ല. പക്ഷെ 63 രൂപയായി. അത് കഴിഞ്ഞ് റൂമിൽ ചെക്ക് ഇൻ ആയതിനു ശേഷം ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഒരു റെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഒരു ബിരിയാണി കഴിച്ചു. അതും എനിക്കിഷ്ടമായില്ല. അവിടെയും പോയി 168. പിന്നെ നേരെ വെച്ച് പിടിച്ചത് പഴശ്ശി പാർക്കിലേക്ക്. 1-2 വട്ടം ആലോചിച്ചിട്ടാണ് പഴശ്ശി പാർക്കിൽ പോയത്. കാരണം അവിടെ മുഴുവൻ വവ്വാലാണെന്ന് ഗൂഗിൾ റിവ്യൂവിൽ ഉണ്ടായിരുന്നു. എൻട്രി ഫീസ് ഒരാൾക്ക് 40 രൂപ. അങ്ങോട്ട് കയറുമ്പോഴേ നമുക്ക് ഈ വവ്വാലിൻ്റെ ബഹളം കേൾക്കാം. റിവ്യൂവിൽ എല്ലാവരും പറഞ്ഞത് പക്ക ജെന്യുവനായിട്ടുള്ള കാര്യം മാത്രമാണ്. കുറേ പേര് അടിപൊളിയാണെന്നൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്, പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ ഈ നിപ്പൊക്കെ പേടിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും വവ്വാലിനൊക്കെ ഒരുമിച്ച് കാണുക, താഴെ മുഴുവനായിട്ട് വവ്വാലിൻ്റെ അപ്പ് വീണ് കിടക്കുക. അപ്പം നമുക്ക് പേടിയാവും, ശരിക്കും പേടിയാവും. കുട എടുത്തിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അപ്പി തലയിൽ വീഴാതിരിക്കാൻ. അത്രയ്ക്ക് ഇങ്ങനെ ഏത് മരത്തിൽ നോക്കിയാലും പല സൈസിലുള്ള വവ്വാലുകൾ തൂങ്ങിക്കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ കരച്ചിലും, ശരിക്കും ആ ഒരു വവ്വാലിൻ്റെ ഇത്രയും പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാർക്കായിരിക്കും. കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒരുപാടുണ്ട്. അതേപോലെ നമുക്ക് നടക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ചെറിയ കഫ്റ്റീരിയാസ് ഉണ്ട്. വലിയവർക്ക് കിടന്നാടാൻ കുറേ ഊഞ്ഞാലുകളുണ്ട്. പക്ഷെ ഒരു ഊഞ്ഞാലിലും നമുക്ക് പോയിരുന്ന് ആടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം എവിടെ പോയിരുന്നു കഴിഞ്ഞാലും ഈ വവ്വാലുകളാണ് തലയുടെ മുകളിൽ ഉണ്ടാവുക. കുറച്ച് നടന്നപ്പോൾ ബോട്ടിങ്ങിനുള്ള കൗണ്ടറൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ബോട്ടിങ് ഇല്ലയെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സ്ഥലം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. കയർ കെട്ടിന് 2 സൈഡിലും ഓരോ ചേട്ടന്മാർ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവിടെയും മുഴുവൻ വവ്വാലൊക്കെ ഉണ്ട്. ഇവിടുത്തെ കഫ്റ്റീരിയ ഒന്നും അടച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോയപ്പോൾ വെള്ളം ഒഴുകണ ഒച്ച കേട്ടു. നോക്കിയപ്പോൾ സൈഡിലായിട്ട് ചെക്ക് ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. അതിലേ വെള്ളം പോകുന്ന ഒച്ചയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം വവ്വാലിൻ്റെ സൗണ്ട് മാത്രമല്ല, മുഴുവനായിട്ട് ഇങ്ങനെ വവ്വാലിൻ്റെ അപ്പി വീണിട്ട് നമുക്കതിൻ്റെ സ്മെല്ല്, കാഷ്ടത്തിൻ്റെ സ്മെല്ലും വല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ മൂക്കിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴശ്ശി പാർക്ക് വിട്ടു. പഴശ്ശി പാർക്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അടിപൊളി ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ തന്നെ എനിക്ക് പോകാൻ ഒരു ലൈൻ ഓട്ടോ കിട്ടി. അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാൻ ലൈൻ ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓട്ടോനെ ഇങ്ങോട്ട് വന്നത്. 40 രൂപയുടെ ദൂരമേ ഉള്ളൂ കേട്ടോ മാനന്തവാടിയിൽ നിന്ന്. തിരിച്ചിങ്ങോട്ടേക്ക് 10 രൂപയ്ക്ക് ലൈൻ ഓട്ടോ വരാൻ പറ്റും. അവിടുന്ന് നേരെ ഞാൻ ഈ കാണുന്ന പള്ളിയിലേക്കാണ് പോയത്. മാനന്തവാടി വന്നപ്പോഴൊക്കെ ഈ പള്ളി കാണാറുണ്ട്, പക്ഷെ ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഭയങ്കര ഒരു ആംബിയൻസും ഫീലും. മാനന്തവാടി ടൗണിൻ്റെ നടുക്കാണ്, പക്ഷേ അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു സമാധാനവും ഭയങ്കര പീസ് ഓഫ് മൈൻഡൊക്കെയാണ്. മാനന്തവാടി ടൗണിൻ്റെ നല്ലൊരു വ്യൂ നമുക്കിതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 360 വ്യൂ കിട്ടില്ലെങ്കിലും 3/4 ഭാഗം നമുക്ക് മാനന്തവാടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോ സൈഡിൽ കയറിയാൽ കാണാൻ പറ്റും. കയ്യിലുണ്ടായിരുന്നൊരു 10 രൂപ മാതാവിൻ്റെ നേർച്ചയിട്ടു. കുറേ നേരം പള്ളിയുടെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര ശാന്തത ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. കുറേ നേരം അവിടെ അനങ്ങാതിരുന്നു, പ്രാർത്ഥിച്ചു. പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര സമാധാനമായിരുന്നു. ഒരു സമയത്ത് ഞാൻ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ.
സന്ധ്യ ആവാറായപ്പോഴേക്കും ആ ഗ്ലാസ് പെയിൻറ് ചെയ്ത വിൻഡോയിലെ കൂടെ ഉള്ളിലേക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. സൺസെറ്റിൻ്റെ സമയമായപ്പോഴേക്കും മഴ പെയ്തുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി. എൻ്റെ താഴെ നിന്ന് നല്ല ചൂട് കപ്പ ചിപ്സും മേടിച്ച് റൂമിൽ പോയി. ഇന്ന് ഇത്രയേ ഉള്ളൂ.